ഹലോ, സേ cheers. ഇന്ന് നമ്മൾ ബാംഗൻ കാ ഭർത്ത എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ സൈഡ് ഡിഷാണ്. ഈ കൂട്ടാൻ ഇതുപോലത്തെ വലിയ വഴുതനങ്ങ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. എപ്പോഴും ഒരുപാട് കനം ഇല്ലാത്തത് നോക്കി മേടിക്കണം. ഇതുപോലെ വലിയ സൈസാണെങ്കിലും കനം കൂടുതലാണെങ്കിൽ അതിനകത്ത് കുരു കൂടുതലുണ്ടാകും. ഇതുപോലെ ഈ വഴുതനങ്ങയ്ക്ക് നീളത്തിൽ ഇങ്ങനെ സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഓരോ സ്ലിറ്റിൻ്റെ ഉള്ളിലും ഒന്നോ രണ്ടോ വെളുത്തുള്ളി തിരികെ വെക്കണം. ഈ വഴുതനങ്ങയുടെ മുകളത്തെ ഭാഗം ഉണ്ടല്ലോ, അതൊന്നും ഇപ്പം തന്നെ മുറിച്ച് കളയാൻ പാടില്ല. നമ്മൾ ഈ വഴുതനങ്ങ ഗ്യാസിലൊന്ന് ചുട്ടെടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വെളുത്തുള്ളിയും ഒന്ന് ചുട്ട് കിട്ടുമ്പോൾ അതൊന്നും കൂടെ സ്വാദ് കൂടും. ഇനി ഈ വഴുതനങ്ങയുടെ പുറത്ത് മുഴുവൻ നമ്മൾ കടുകെണ്ണ ഒന്ന് തേച്ച് കൊടുക്കണം. കടുകെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കുക, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് നന്നായി ചുട്ടെടുക്കണം കേട്ടോ. തിരിച്ചും മറിച്ചും വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായി കരിയുന്ന വരെ നമ്മൾ ചുട്ടെടുക്കണം. എന്നിട്ട് ആ ചൂടോടെ തന്നെ അതിൻ്റെ തൊലി ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ഇളക്കി മാറ്റുമ്പോൾ അത് വേഗം ഇളകി വന്നോളും. ചിലരിത് ചുട്ടിട്ട് അതിൻ്റെ തൊലി കളയാനായിട്ട് ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ തൊലി കളയും. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ സ്വാദ് കുറയും. എന്നിട്ട് ഇതിനെ കത്തി കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മുറിച്ചിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കണം. കടുകെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ തണ്ടോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളി കിട്ടുമല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ വെളുത്തുള്ളി ഉപയോഗിച്ചാൽ മതി, ചെറുതായിട്ട് അരിഞ്ഞത്. വെളുത്തുള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഉള്ളി വേഗം വതങ്ങി കിട്ടാനായിട്ട് ലേശം ഉപ്പ് ചേർത്തിക്കോളൂ. ഇതിനെ ചെറുതായിട്ടൊന്ന് വതക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടീസ്പൂണും ഒരു 4-5 പച്ചമുളക് നടുവേ കീറിയതും ഇട്ട് കൊടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആയിട്ടൊന്നും വതങ്ങേണ്ട ആവശ്യമില്ല. ഒരുവിധം വതങ്ങിക്കഴിഞ്ഞാണെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിൽ ഒരു തക്കാളി, ഈ നമ്മുടെ വെളുത്തുള്ളിയുടെ ആ പച്ച കളർ തണ്ട് ഉണ്ടാകുമല്ലോ, അതും ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ സാധാരണ വെളുത്തുള്ളി എടുത്തിരിക്കുകയാണെങ്കിൽ ഈ തണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല ചേർത്തിട്ടില്ലെങ്കിൽ. ഇതൊരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തോളൂ. ഇനി നമ്മൾ ആ വഴുതനങ്ങ ചുട്ടതിനെ ഇതിൽ ചേർത്ത് കൊടുക്കണം. വഴുതനങ്ങ ശരിക്കും നന്നായിട്ട് ചുട്ടെടുക്കുമ്പോൾ അതിന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. അപ്പോഴാണ് ഈ കൂട്ടാൻ കുറച്ചുകൂടെ സ്വാദം ഉണ്ടാകും. ചിലപ്പോൾ ചില ഭാഗങ്ങൾ അത്ര വെന്തിട്ടുണ്ടാവില്ല വഴുതനങ്ങയുടെ, അപ്പോൾ നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റും. ഇത് ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അത്ര തന്നെ ഉള്ളൂ. ഈ കൂട്ടാനിൽ നമ്മൾ മസാലകൾ കാര്യമായിട്ടൊന്നും ചേർത്തുന്നില്ലല്ലോ, വെറും മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി നിറയെ ചേർത്തണം. ആ വെളുത്തുള്ളി അല്ലെങ്കിൽ ഉള്ളി ഏതെങ്കിലും ഒന്ന് തണ്ടോട് കൂടി ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ ആ വഴുതനങ്ങ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം കേട്ടോളൂ, അപ്പോഴാണ് ആ സ്മോക്കി ഫ്ലേവർ വരിക. അപ്പോൾ ഒന്നും കൂടെ സ്വാദ് ഉണ്ടാകും കൂട്ടാൻ. അപ്പോൾ എപ്പോഴും പറയും പോലെ എല്ലാവരും ഈ കൂട്ടാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു, ബൈ ബൈ.